പ്രതീക്ഷയേറ്റ കാലവർഷവും കനക്കുന്ന കരിനിഴലും. കേരളം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക്. ഡാമുകളിൽ ജലനിരപ്പ് 25% താഴെ. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. കേരളത്തിൽ കാലവർഷം ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോഴും സംസ്ഥാനം കടുത്ത ഊർജ്ജ പ്രതിസന്ധിയുടെ നിഴലിലാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിനായി നാം പ്രധാനമായും ആശ്രയിക്കുന്ന വൻകിട ഡാമുകളിലെ ജലനിരപ്പ് കാൽഭാഗത്തിലും താഴേക്ക് പതിച്ചിരിക്കുന്നു എന്ന ആശങ്കാജനകമായ വാർത്തയാണ് പുറത്തുവരുന്നത്. ലഭ്യമായ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ പ്രധാന ജലസംഭരണികളിലെ ആകെ ജലനിരപ്പ് 25%-ലും താഴെയാണ്. കേരളത്തിന്റെ ഊർജ്ജ സ്രോതസ്സായ ഇടുക്കി ഡാമിൽ നിലവിൽ സംഭരണശേഷിയുടെ 23.19% മാത്രമാണ് വെള്ളമുള്ളത്. പത്തനംതിട്ടയിലെ ശബരിഗിരി പദ്ധതിയുടെ ജലസംഭരണികളായ കക്കി, ആനത്തോട്, കൊച്ചുപമ്പ ഡാമുകളിൽ ഇത് 21.79% ചുരുങ്ങി. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് KSEB ഡാമുകളിലെ ശരാശരി സംഭരണ നില 52.4% എന്ന് ഓർക്കുമ്പോഴാണ് ഇപ്പോഴത്തെ സാഹചര്യം എത്രത്തോളം ഭയാനകമാണെന്ന് ബോധ്യപ്പെടുക. പസഫിക് സമുദ്രത്തിൽ എൽ നിനോ പ്രതിഭാസം ശക്തമായതാണ് കാലവർഷക്കാറ്റിന്റെ ശക്തി കുറയ്ക്കാനും മലയോര മേഖലകളിൽ മഴ ലഭ്യത കുറയാനും കാരണമായത്. ഡാമുകളിൽ വെള്ളമില്ലാത്തതിനാൽ ആഭ്യന്തര ഉൽപ്പാദനം കുത്തനെ കുറഞ്ഞു. എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്തെ ദൈനംദിന വൈദ്യുതി ഉപഭോഗത്തിലും പീക്ക് ടൈം ആവശ്യകതയിലും വൻ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ കടുത്ത ലോഡ് ഷെഡിംഗിലേക്ക് പോകാതിരിക്കാൻ ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒഴികെ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനാണ് അനുമതിയുള്ളത്. പ്രതിസന്ധി രൂക്ഷമായി തുടരുമ്പോഴും ഉപഭോക്താക്കൾക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. നാളെ മുതൽ ജൂലൈ 31 വരെയുള്ള കാലയളവിൽ വൈദ്യുതി നിയന്ത്രണത്തിൽ ചെറിയൊരു ഇളവ് വരുത്താൻ തീരുമാനമായിട്ടുണ്ട്. നിലവിൽ പ്രഖ്യാപിക്കാതെ നടത്തുന്ന പവർ കട്ടുകൾക്കെതിരെ വ്യാപകമായ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. ഇനി മുതൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് 1 മണിക്കൂർ മുമ്പെങ്കിലും ഉപഭോക്താക്കളെ അറിയിക്കണമെന്നും റെഗുലേറ്ററി കമ്മീഷൻ KSEBക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൺസൂൺ വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് KSEB. എങ്കിൽ പോലും ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് വരും നാളുകളിൽ ഉപഭോക്താക്കളുടെ മേൽ കനത്ത സാമ്പത്തിക ബാധ്യതയായി വന്നുചേരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വൈദ്യുതി പൂർണ്ണമായും മുൻകൂട്ടി അറിയിച്ച് നിയന്ത്രിക്കാനും ബാധ്യതകൾ കുറയ്ക്കാനും KSEB ശ്രമിക്കേണ്ടതുണ്ട്. ഒപ്പം പൊതുജനങ്ങളും അനാവശ്യമായ വൈദ്യുതി ധൂർത്ത് ഒഴിവാക്കി ഊർജ്ജ സംരക്ഷണത്തിൽ പങ്കാളികളാകേണ്ടത് അനിവാര്യമാണ്.